ഒരിക്കൽ ഒരു മീൻപിടുത്തക്കാരൻ കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ അയാളുടെ വലയിൽ ഒരു പെൺകുട്ടി കുടുങ്ങി. അവൾ ആരാണ് എന്താണ് എന്നൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവളെയും അയാളുടെ കൂടെ കൂട്ടി. എന്നാൽ ആ മീൻപിടുത്തക്കാരന്റെ മകൾ വിചാരിച്ചത് ഇവൾ ഒരു മത്സ്യകന്യകയാണെന്നാണ്. ഇവൾ ശരിക്കും ഒരു മത്സ്യകന്യകയായിരിക്കുമോ അതോ വെറും ഒരു സാധാരണ മനുഷ്യനോ? കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കാതെ നമുക്ക് ഡയറക്റ്റായി കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മീൻപിടുത്തക്കാരൻ അയാളുടെ ബോട്ടിൽ തന്നെ കടലിൽ മീൻ പിടിക്കുന്നതാണ്. പെട്ടെന്നാണ് അവന്റെ വലയിൽ എന്തോന്ന് കുടുങ്ങിയെന്ന് അവന് മനസ്സിലായത്. വലിയ എന്തോ മീനാണെന്ന് കരുതി അവൻ വല പൊക്കി നോക്കിയപ്പോഴുത മീനിന് പകരം വലയിൽ കിടന്നത് ഒരു പെണ്ണായിരുന്നു. അത് കണ്ട നായകൻ ആകെ ടെൻഷനായി ഓടിപ്പോയി ആ വല ഓപ്പൺ ചെയ്ത് അവളെ അതിൽ നിന്ന് പുറത്തെടുത്തു. ശ്വാസം പോലും ഇല്ലാതിരുന്ന അവൾക്ക് CPR ഒക്കെ കൊടുത്ത് അയാൾ അവളെ രക്ഷിച്ചു. ഇവൾ തന്നെയാണ് നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ നായകൻ അവളെ അവിടെ ഇരുത്തിയിട്ട് വാക്കി ടോക്കി ഓണാക്കി ഡോക്ടറിനെ കോൾ ചെയ്യാനായി വന്നതും അവൾ അവനോട് പറഞ്ഞു, വേണ്ട വേണ്ട, ആരെയും വിളിക്കണ്ട, എനിക്ക് ആൾക്കാരൊക്കെ കാണുന്നത് നല്ല പേടിയാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ എന്നെ വളരെ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല. എന്നാൽ ഇതെല്ലാം കേട്ട നായകൻ വിചാരിച്ചത് ഇവൾ കുറെ ദിവസമായി കടലിൽ എവിടെ പെട്ടുകിടന്നത് കൊണ്ട് ആകെ പേടിച്ചിരിക്കുവാണെന്നാണ്. നീ പേടിക്കേണ്ട, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ അവൻ അവളെയും കൂട്ടി ഒരു വീട്ടിലേക്ക് എത്തി. സത്യത്തിൽ ഇത് നായകന്റെ അമ്മയുടെ വീടായിരുന്നു. അവന്റെ അമ്മ മരിച്ചുപോയത് കൊണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. നീ വീട്ടിൽ താമസിച്ചോ, ഈ വീടിന്റെ പരിസരത്ത് പോലും ആരും വരാൻ പോകുന്നില്ല. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാനതെല്ലാം തീർത്തിട്ട് ഫ്രീ ആകുമ്പോ നിന്നെ വന്ന് കാണാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങി അവന്റെ മകളെ കാണാനായി അവന്റെ വൈഫിന്റെ വീട്ടിലേക്ക് വന്നു. സത്യത്തിൽ ഇപ്പോൾ ഇത് അവന്റെ വൈഫല്ല, കാരണം രണ്ടുപേരും ഡൈവോഴ്സായി. എന്നാൽ അവന്റെ മകൾ ഇപ്പോൾ വൈഫിന്റെ കൂടെയാണുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാനായി അവനിവിടെ വരാറുണ്ട്. അങ്ങനെ അവൻ അവിടെ എത്തിയതും അവന്റെ മകളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി മകളെ കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താന്ന് വെച്ചാല് നായകന്റെ മകളുടെ കിഡ്നി ഫെയിലിയർ ആയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. നായകന്റെ മകളുടെ പേര് ആലി എന്നാണ്. അങ്ങനെ ഡയാലിസിസ് നടക്കുന്ന സമയത്ത് ആലി നായകനോട് ചോദിച്ചു, അച്ഛ ആകെ ബോറടിക്കുന്നു, ഒരു കഥ പറഞ്ഞതാ. കഥയോ? എനിക്കങ്ങനെ കഥയൊന്നും അറിയില്ലല്ലോ എന്നവൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മ വരുന്നത്. അവൻ അതൊരു കഥയാക്കി മാറ്റി അവളോടത് പറയാൻ തുടങ്ങി. ഒരിക്കലൊരു പാവ മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. ഡെയിലി അയാൾ ബോട്ട് എടുത്തോണ്ട് പോയി കടലിൽ പോയി മീൻ പിടിക്കാൻ നോക്കും. എന്നാൽ ഒരു ദിവസം പോലും അയാളുടെ വലയിൽ ഒരു മീൻ പോലും കുടുങ്ങില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ അയാളുടെ വലയിൽ വലിയ എന്തോന്ന് കുടുങ്ങി. വലിയ എന്തൊരു മീനാണെന്ന് കരുതി അയാൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മീനല്ല, സുന്ദരിയായ ഒരു പെണ്ണാണെന്ന്. കഥ ഇത്രയും കേട്ട് കഴിഞ്ഞതും ആലി അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരുപക്ഷെ ആ പെണ്ണ് ചിലപ്പോൾ ഒരു സെൽക്കി ആയിരിക്കും. എന്നാൽ സെൽക്കി എന്താണെന്ന് നായകന് മനസ്സിലായതേ ഇല്ല. അച്ഛാ, സെൽക്കി എന്ന് പറഞ്ഞ മത്സ്യകന്യക. അവരെ കാണാൻ മനുഷ്യരെ പോലെ തന്നെ ആയിരിക്കും. കൂടുതലും ഈ മത്സ്യകന്യകമാര് കടലിലാണ് താമസിക്കുന്നത്. അതുമാത്രവുമല്ല, ഇവർ നല്ല പാട്ടുകാരുമാണ്. അവരുടെ പാട്ടിനൊരു പ്രത്യേക പവറുണ്ട്. അവർ പാട്ടുപാടി വിചാരിക്കുന്ന എന്ത് കാര്യവും അവർ നേടിയെടുക്കും. പിന്നെ അതുമാത്രമല്ല, എല്ലാ മത്സ്യകന്യകമാരും കടൽ നായയുടെ തോലെടുത്ത് കോട്ട് പോലെ ധരിക്കും. ആ കോട്ട് അവർ കരയിലേക്ക് വന്നതിന് ശേഷം മണ്ണിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 7 വർഷത്തേക്ക് പിന്നെ അവർക്ക് കരവിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അവൾ ബുക്കിൽ വായിച്ച കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇതെല്ലാം കേട്ട നായകൻ അതൊന്നും വിശ്വസിച്ചതേ ഇല്ല. അവൾ ഏതോ ബുക്കിൽ വായിച്ച വെറുമൊരു കെട്ടുകഥയായിരിക്കുമെന്ന് അയാൾ കരുതി. അങ്ങനെ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ്. അവൾക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആലിയെ നേരെ അവന്റെ എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോഴിതാ അവന്റെ എക്സ് വൈഫിന്റെ പുതിയ ബോയ് ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആലിയെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൻ നേരെ തിരിച്ചു വന്നത് നായികയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ ആ വീട്ടിനടുത്തേക്കാണ്. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു സൂപ്പർ പാട്ടൊക്കെ പാടി അവൾ അവിടെ ചെറിയൊരു നദിയുടെ അടുത്ത് നിന്ന് തുണി കഴുകുന്നു. എന്നാൽ അവളുടെ പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ട് തന്നെ അവന്റെ മകൾ പറഞ്ഞ കാര്യങ്ങളാണ് അവൻ ഓർമ്മ വന്നത്. ഇനി എന്റെ മകള് പറഞ്ഞ പോലെ ഇവൾ ശരിക്കും മത്സ്യകന്യക വല്ലതും ആണോ? ഏയ്, അതിനൊന്നും യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ അവൻ നേരെ അവളുടെ അടുത്തേക്കൊന്ന് ചോദിച്ചു, ഞാൻ കടലിൽ മീൻ പിടിക്കാൻ പോകുക, നീയും എന്റെ കൂടെ വരുന്നുണ്ടോ? അങ്ങനെ അവൾ വരാമെന്ന് സമ്മതിച്ച് രണ്ടുപേരും കൂടെ മീൻ പിടിക്കാനായി നേരെ കടലിലേക്ക് പോയി. അപ്പോഴാണ് നായകൻ അവളോട് ചോദിക്കുന്നത്, നീ ആരാണ്, എന്താണ്, നിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എന്നൊന്നും നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അല്ല, പെട്ടെന്ന് നീ എങ്ങനെ എന്റെ വലയിൽ വന്ന് കുടുങ്ങിയത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എങ്ങനെ കടലിൽ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും തനിക്ക് എന്നെ വിളിക്കാൻ ഒരു പേര് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ആന്റീൻ എന്ന് വിളിച്ചോ. എന്ത് ആന്റി എന്നോ? അയ്യോ, ആന്റി അല്ല, ആന്റീൻ. ഫ്രഞ്ച് ലാംഗ്വേജിൽ ആന്റീൻ എന്ന് വെച്ചാൽ കടലിൽ നിന്ന് വന്ന ഒരു പെണ്ണ് എന്നാണ് അർത്ഥം. അങ്ങനെ അതൊക്കെ സംസാരിച്ച് നായകൻ മീൻ പിടിക്കാൻ തുടങ്ങി. ഇത്രയും നാള് നായകൻ മീൻ പിടിക്കാൻ വന്നിട്ട് ഒരു മീനെ പോലും കിട്ടാതെ തിരിച്ചു പോകുന്നതാ പതിവ്. എന്നാൽ ഇത്തവണ നായകൻ മീൻ പിടിക്കാനായി ട്രാപ്പ്
ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചതും നായിക നേരത്തെ പാടിയതുപോലുള്ള ആ പാട്ട് പാടാൻ തുടങ്ങി. അതോടെ അവന്റെ എല്ലാ ട്രാപ്പിലും മീൻ വന്ന് നിറഞ്ഞു. അത് കണ്ട നായകന് ഒരുപാട് സന്തോഷമായി. നായിക പാട്ട് പാടിയോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ അവൻ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ നീയും എന്റെ കൂടെ വരണം. നീ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് എനിക്ക് നല്ല ലക്കുള്ള ദിവസമാ. അതുകൊണ്ട് ഇനിയും നീ എന്റെ കൂടെ വന്നാൽ അതിന് പകരമായി നിനക്ക് ഞാൻ ചെറിയൊരു പോക്കറ്റ് മണി തരാം. അത് കേട്ട നായികയ്ക്കും അത് ഓക്കെയാണെന്ന് തോന്നി അവളും അതിന് സമ്മതിച്ചു. അത് കഴിഞ്ഞ് നായകൻ നേരെ പോയി ആലിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആലി അയാളോട് പറയുന്നത്, ആ മീൻപിടുത്തക്കാരന്റെ വലയിൽ ഒരു പെണ്ണ് കുടുങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ആ കഥയിൽ എന്താ സംഭവിച്ചേ? അത് കേട്ട നായകൻ കഥയുടെ ബാക്കി പറയാൻ തുടങ്ങി. ആ മീൻപിടുത്തക്കാരന്റെ വലയിൽ കുടുങ്ങിയ പെണ്ണില്ലേ, ആ പെണ്ണിന് മനോഹരമായ സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ട് ഉപയോഗിച്ച് അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. അത് മനസ്സിലാക്കിയ ആ മീൻപിടുത്തക്കാരൻ അവളെയും മീൻ പിടിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ കടലിലെ നടുക്ക് വെച്ച് ആ പെണ്ണ് മനോഹരമായ ഒരു പാട്ട് പാടി. അവളുടെ പാട്ടില് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നൊക്കെ തോന്നുന്നത്. കാരണം ആ പാട്ട് കേട്ട് കഴിഞ്ഞതും ആ മീൻപിടുത്തക്കാരന് ഒരുപാട് മീനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ നായകന് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഒരു കഥ പോലെ അവൻ അവളോട് പറഞ്ഞു. അപ്പോഴേക്കും നായകന്റെ എക്സ് വൈഫിന്റെ വീടെത്തി, അതായത് ആലിയുടെ വീട്. ദേ വീട്ടിൽ പോയി നല്ലോണം പഠിക്കണം കേട്ടോ, അടുത്ത തവണ വരുമ്പോ നിനക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് നായകൻ നേരെ പോയത് നായിക താമസിക്കുന്ന ആ വീട്ടിലേക്കായിരുന്നു. അവൾക്ക് കൊടുക്കാനായി കുറച്ച് ഡ്രസ്സൊക്കെ നായകൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതെല്ലാം അവൾക്ക് കൊടുത്തതിന് ശേഷം അവിടുന്ന് പോകാനായി ഇറങ്ങുമ്പോഴാണ് നായകൻ ചോദിച്ചത്, അല്ല എത്ര ദിവസം ഈ വീട്ടിൽ നിൽക്കാനാ നിന്റെ ഉദ്ദേശം? അത് കേട്ടതും അവൾ പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ സമ്മതിക്കുന്ന കാലത്തോളം ഞാനിവിടെ നിന്നോളാം. ഞാനിവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് എനിക്കൊരു പ്രശ്നവുമില്ല. നിനക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നീ ഇവിടെ നിന്നോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് കേട്ടതും നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. സന്തോഷം കൊണ്ടവൾ നായകന് ഒരു ഉമ്മ കൊടുത്തു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട്. പേടിക്കേണ്ട, ഞാനൊരു കഥ പോലെയാണ് അവളോട് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ഒരു കഥയാണെന്ന് അവൾ കരുതിക്കോളും എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. എന്നാൽ ആലി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് പോകുവാണെന്ന് കള്ളം പറഞ്ഞ് നായകനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതോടെ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞതെല്ലാം കഥയല്ല, അതെല്ലാം സത്യമായിരുന്നെന്ന്. അപ്പോൾ ഇവളാണ് അച്ഛൻ പറഞ്ഞ മത്സ്യകന്യകയല്ലേ. അതുകൊണ്ട് ഇവളെ പറ്റി കൂടുതൽ അറിയാനായി ആലി നേരെ ലൈബ്രറിയിൽ പോയി അവൾക്ക് വേണ്ട കുറച്ച് ബുക്ക് വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. ഇതേ സമയം നായകൻ പള്ളിയിലുള്ള ഫാദറിന്റെ അടുത്ത് കുമ്പസരിക്കാനായി വന്നു. അവിടെ വെച്ചാണ് നായകൻ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. സത്യത്തിൽ നായകനും അവന്റെ വൈഫും ഡൈവോഴ്സ് ആവുന്നതിന് മുമ്പ് ഇവൻ നല്ലതുപോലെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു. അതേസമയം തന്നെയാണ് ആനിക്ക് സുഖമില്ലാതാകുന്നത്. അവളുടെ 2 കിഡ്നിയും തകരാറിലാണെന്ന് അറിഞ്ഞതും ഞാൻ ആകെ തകർന്നുപോയി. അതോടെ ഞാൻ എന്റെ എല്ലാ ദുശീലങ്ങളും നിർത്തി. എന്നാൽ എന്റെ എക്സ് വൈഫ് വിചാരിച്ചത് ഞാൻ ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തത്. എന്നാൽ എന്റെ കയ്യിൽ ഒട്ടും പണമില്ലാത്തത് കൊണ്ടും എന്റെ മകളെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ലാത്തത് കൊണ്ടും എന്റെ മകളെ കോടതി അവളുടെ അമ്മയുടെ കൂടെ വിട്ടു. പക്ഷെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ കാര്യങ്ങളെല്ലാം അവൻ ഫാദറിനോട് പറഞ്ഞതിന് ശേഷം ബോട്ടിൽ വെച്ച് അവനൊരു പെണ്ണിനെ കിട്ടിയ കാര്യം അവൻ ഫാദറിനോട് പറഞ്ഞു. എന്നാൽ അയാൾ അതൊന്നും വിശ്വസിച്ചതേയില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് ഫാദർ അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇതേ സമയം അവിടെ ആലി ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ബുക്കും വായിച്ചു നോക്കുവാണ്. ആ ബുക്കെല്ലാം മത്സ്യകന്യകമാരെ കുറിച്ചുള്ളതായിരുന്നു. ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞതും അവൾ നേരെ നായിക താമസിക്കുന്ന ആ വീട്ടിലേക്ക് ചെന്നു. നായിക സമയത്ത് തൊട്ടടുത്തുള്ള നദിയിൽ നിന്നും നന്നായി പാട്ട് പാടിക്കൊണ്ട് കുളിക്കുമായിരുന്നു. അവളുടെ പാട്ട് കേട്ടതോടുകൂടി ആലി ഏകദേശം ഉറപ്പിച്ചു ഇവളൊരു മത്സ്യകന്യകയാണെന്ന്. കുളിയൊക്കെ കഴിഞ്ഞ് നായിക അങ്ങോട്ടേക്ക് വന്നതും ആലി അവളോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളാണല്ലേ എന്റെ അച്ഛൻ പറഞ്ഞ കഥയിലെ മത്സ്യകന്യക? അച്ഛൻ പറഞ്ഞതൊന്നും കഥയല്ല, ശരിക്കും സത്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ല, കടൽ നായയുടെ തോല് നിങ്ങൾ എവിടെ കുഴിച്ചിട്ടേക്കുന്നത്? അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 7 വർഷം നിങ്ങൾ കരയിൽ താമസിച്ചിട്ടല്ലേ പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടവൾ ആ ബുക്കിൽ വായിച്ച എല്ലാ കാര്യങ്ങളും നായികയോട് പറഞ്ഞു. എന്നാൽ നായിക ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ്. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇത് നായകന്റെ മകളാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ച ഒരു ചോദ്യത്തിനും നായിക മറുപടി കൊടുത്തതേയില്ല. നായികയുടെ പാട്ടൊക്കെ കേട്ട് നായകനും ഇപ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട് ഇവളൊരു മത്സ്യകന്യകയാണോ എന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ബുക്ക് എടുക്കാനായി അവനും നേരെ ലൈബ്രറിയിലെത്തി. അപ്പോഴാണ് ആ നാട്ടിലേക്ക് പുതിയൊരാൾ വരുന്നത്. ഇവനെ നമുക്ക് ജോൺ എന്ന് വിളിക്കാം. ജോൺ ആരെയോ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ തേടുന്നതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നായികയാകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ വീണ്ടും അടുത്ത ദിവസമായതും നായികയും കൂട്ടി മീൻ പിടിക്കാൻ പോയി. അവിടെ വെച്ച് അവളുടെ പാട്ട് കേട്ടതും ഒരുപാട് മീനുകൾ അവന്റെ വലയിൽ കുടുങ്ങാൻ തുടങ്ങി. എന്നാൽ നായകൻ ഇത്രയും മീനെ പെട്ടെന്ന് പിടിക്കുന്നത് കണ്ട് കടലിലൂടെ പോയ പോലീസിന് എന്തോ സംശയം തോന്നി. അവർ അവന്റെ ബോട്ടിൽ ചെക്ക് ചെയ്യാനായി കയറി. പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതും നായിക വലകൾക്കിടയിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ ബോട്ടിനകത്തുന്ന പോലീസ് അവനോട് ചോദിക്കുവാണ്, എന്താടാ നീ കുറെ മീനെ പിടിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും
ഇല്ലീഗലായിട്ട് നീ ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ബോട്ട് മുഴുവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നായിക അവിടെ ഒളിച്ചിരിക്കുന്നത് അവർ കണ്ടുപിടിക്കുന്നത്. ഏതാടാ ഈ പെണ്ണ്, ഇവളെങ്ങനെ ബോട്ടിൽ വന്നു? അത് കേട്ട നായകൻ ചോദിച്ചു, എന്താ ഒരു പെണ്ണിനെ ബോട്ടിൽ കൊണ്ടുവരുന്നത് ഇല്ലീഗലാണോ? ഞാൻ ഇവിടെ ഇല്ലീഗലായി ഒരു കാര്യം ചെയ്യുന്നില്ല. പിന്നെ അവൾ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ മീൻ പിടിക്കാൻ കൂടെ കൂട്ടിയത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇത് കേട്ട പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായതും അവരവിടുന്ന് പോയി. അപ്പോഴാണ് നായകൻ വന്ന് നായികയോട് പറയുന്നത്, ദേ ഇതൊരു ചെറിയ ടൗൺ ആണ്, നീ എന്റെ കൂടെയുള്ളത് പോലീസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ മറ്റെന്താ ബന്ധമുണ്ടെന്നൊക്കെ നാട്ടിലുള്ളവരെല്ലാം പറയാൻ തുടങ്ങും. അതുകൊണ്ട് എത്ര കാലം നീ ഇങ്ങനെ ഒളിച്ചിരിക്കും? ഇനി നീ എന്റെ കൂടെ ടൗണിലോട്ടൊക്കെ ഒന്ന് വരണം. അപ്പോൾ പിന്നെ ആരും ഒരു ചോദ്യം ചോദിക്കില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞതും അവൾ നന്നായി മോട്ടിവേറ്റ് ആയി. ഇത്രയും ദിവസവും ആളുകളെ കാണാൻ പേടിച്ചിരുന്ന അവൾ ബോട്ടിന് പുറത്തേക്ക് വന്ന് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. എന്നാൽ ഇവൾ ബോട്ടിൽ പോകുന്നത് നേരത്തെ കാണിച്ച ആ ജോൺ എന്ന് പറയുന്നവൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കരയിലേക്ക് എത്തി അവളെ അവൻ ആ ടൗൺ മുഴുവൻ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോഴാണ് ആലി അങ്ങോട്ടേക്ക് വരുന്നത്. ആലി കണ്ടത് നായകൻ നായികയെ ആലിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരുപാട് മീനെ കിട്ടിയത് കൊണ്ട് അവന്റെ കയ്യിൽ നല്ല പണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നായികയും ആലിയെയും കൂട്ടി നേരെ ഒരു ഷോപ്പിൽ പോയി രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നായിക ഇപ്പോൾ ആ വീട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കി. അങ്ങനെ ഒരു ദിവസം ആലി അവളെ കാണാനായി വന്നു. എനിക്കറിയാം നിങ്ങളൊരു മത്സ്യകന്യകയാണെന്ന്, പക്ഷേ നിങ്ങളെപ്പോലെ നീന്താനൊന്നും എനിക്കറിയില്ല. അത് കേട്ടതും നായിക പറഞ്ഞു, ഇത്രയും കടലും നദികളുമുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന നിനക്ക് നീന്തൽ അറിയില്ലെന്നോ? ഞാൻ നിനക്ക് നീന്തൽ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള കടലിലേക്ക് അവളെ വിളിച്ചുകൊണ്ടുപോയി അവളെ നീന്താൻ പഠിപ്പിക്കുവാണ്. അപ്പോഴാണ് പെട്ടെന്ന് നായികയുടെ കാലിൽ എന്തോ കുടുങ്ങുന്നത്. അത് കണ്ട നായിക പെട്ടെന്ന് അതും വലിച്ചെടുത്തുകൊണ്ട് നേരെ കരയിലേക്ക് പോയി. അതെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അതിനു ചുറ്റും കടലിലുള്ള പായലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടതും ആലി പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. ഇതല്ലേ നിങ്ങൾ മത്സ്യകന്യകമാർ ഉപയോഗിക്കുന്ന കോട്ട്? അപ്പോൾ ഈ കോട്ട് നിങ്ങളുടെയാണല്ലേ? എന്നാൽ ഇതെല്ലാം കേട്ട നായിക അവളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ അവൾ ആലിയെ വിളിച്ചുകൊണ്ടുപോയി വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആ സാധനം മണ്ണിൽ കുഴിച്ചിട്ടു. അത് കണ്ടതും ആലി അവളോട് പറഞ്ഞു, ഇത് കുഴിച്ചിട്ട സ്ഥിതിക്ക് 7 വർഷം നിങ്ങൾ കരയിൽ തന്നെ താമസിക്കണമല്ലേ? എന്നാൽ ഇതെല്ലാം കേട്ടത് നായിക പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നടന്ന ഈ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയരുത് കേട്ടോ. അത് കേട്ടതും ആലി ആരോടും ഇത് പറയില്ലെന്ന് പ്രോമിസ് ചെയ്തു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ നാട്ടിലിപ്പോൾ എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുവാണ്. എന്നാൽ ഇപ്പോൾ ആലിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നായികയുടെ ആ മത്സ്യകന്യകയുടെ പവർ നേരിട്ട് കാണണം എന്നുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഉറപ്പായും അവൾ അവളുടെ പവർ പുറത്തു കൊണ്ടുവരും. അതിനി ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ വീൽ ചെയറും കൊണ്ടവൾ നേരെ പോയി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഇത് കണ്ട നായിക ഒട്ടും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് ചാടി അവളെ രക്ഷിച്ചു. അങ്ങനെ നായകൻ ആലിയെ നേരെ അവന്റെ എക്സ് വൈഫിന്റെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് നായികയുടെ കൂടെ അവൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് രണ്ടുപേരും നല്ലപോലെ ക്ലോസ് ആകുവാണ്. എന്നാൽ അടുത്ത ദിവസമായതും അതൊക്കെ ഓർത്ത് അവന് നല്ല കുറ്റബോധം തോന്നി. അതുകൊണ്ട് അവർ നേരെ ചർച്ചിലേക്ക് പോയി ഫാദറിന്റെ അടുത്ത് കുമ്പസരിക്കാൻ തുടങ്ങി. കടലിൽ വെച്ച് ഒരു പെൺകുട്ടി അവന്റെ വലയിൽ കുടുങ്ങിയെന്നും അവളൊരു മത്സ്യകന്യകയാണോ അതോ വെറും മനുഷ്യനാണോ എന്ന് അവന് ചെറിയ ഡൗട്ട് ഉണ്ടെന്നൊക്കെ അവൻ ഫാദറിനോട് പറഞ്ഞു. അതുമാത്രവുമല്ല, ഇന്നലെ രാത്രി അവർ രണ്ടുപേരും നല്ലപോലെ ക്ലോസ് ആയി എന്നുള്ള കാര്യവും പറഞ്ഞു. എന്നാൽ ഇപ്പോഴും ആ ഫാദർ അവൻ പറഞ്ഞത് ഒന്നും വിശ്വസിച്ചില്ല. അങ്ങനെ അവൻ ചർച്ചിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ് നേരത്തെ കാണിച്ച ആ ജോൺ എന്ന് പറയുന്നവൻ നായകനോട് വന്ന് സംസാരിക്കുന്നത്. നിന്റെ ബോട്ടിൽ ഒരു പെണ്ണുള്ളത് ഞാൻ കണ്ടായിരുന്നു. അവൾ ആരാണ് എന്താണ് എന്നൊക്കെ നിനക്ക് അറിയാമോ? എന്നാൽ നായകൻ അവൻ പറഞ്ഞതൊന്നും മൈൻഡ് ആക്കിയതേ ഇല്ല. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവൻ പറഞ്ഞത് ഒന്നും കേൾക്കാതെ നായകൻ അവിടുന്ന് പോയി. ഇന്ന് ആലിക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് അവൻ നേരെ ആലിയം കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ഒക്കെ ചെയ്ത് തിരിച്ച് അവളെയും കൊണ്ട് അവന്റെ എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നായകനും ആലിയും കൂടി ചേർന്ന് അവന്റെ എക്സ് വൈഫിനെ തേടി ഇറങ്ങി. ഇതേ സമയം ഇവിടെ നായികയുടെ വീട് ആ ജോൺ കണ്ടുപിടിച്ചു. അവൻ അവന്റെ ആളുകളെയും കൂട്ടി അവളെ പിടിക്കാനായി അങ്ങോട്ടേക്ക് എത്തി. എന്നാൽ ഇത് കണ്ട നായിക അവർ കാണാതെ വീടിന്റെ ബാക്ക് സൈഡിലൂടെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. ഇതേ സമയം ഇവിടെ നായകനും ആലിയും കൂടി അവന്റെ എക്സ് വൈഫിന്റെ സ്ഥലം കണ്ടുപിടിച്ചു. അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി നന്നായി മദ്യപിച്ചുകൊണ്ട് അവിടെ ഗെയിം കളിക്കുവാണ്. ഇത് കണ്ട നായകൻ നേരെ വന്ന് ചോദിച്ചു, വീടൊക്കെ പൂട്ടിയിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ആലിയെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ? ഈ വീടിന്റെ കീത ഞാൻ അവളെ കൊണ്ടാക്കാം. എന്നാൽ ഇത് കേട്ടതും അവന്റെ എക്സ് വൈഫ് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ അവളെ ഇവിടെ വിട്ടിട്ട് പോ, ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അത് കേട്ട നായകൻ ആലിയെ അവിടെ ആക്കിയിട്ട് നേരെ നായിക താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോയി. എന്നാൽ ആ വീട്ടിൽ നായിക ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ അവനാകെ ടെൻഷൻ അടിച്ച് അവളെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ അവളെ കണ്ടുപിടിച്ചു. ഒരു ചെറിയ നദിയുടെ അടുത്ത് ആകെ പേടിച്ചു വിറച്ച് അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട നായകൻ അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നീ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി? ഇന്ന് നിന്നെയും തിരക്കി ജോൺ എന്ന് പേരുള്ള ഒരുത്തൻ എന്നെ കാണാൻ വന്നായിരുന്നു. അവൻ ആരാണെന്ന് നിനക്കറിയാമോ?
അറിയാം അവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ എന്റെ ഹസ്ബൻഡാണ്. അവനൊരു സൈക്കോപാത്താണ്. എന്നും എന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. എന്നാൽ അവൾ ഈ പറഞ്ഞതെല്ലാം വെറും കള്ളമായിരുന്നു. ഇതെല്ലാം കേട്ട നായകൻ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കരുതി അവളെ വിശ്വസിച്ചു. ഇത് നിന്റെ ജീവിതമാണ്. ആരെ കൂടെ ജീവിക്കണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നിനക്ക് ചെയ്യാം. അതും പറഞ്ഞ് അവളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ രണ്ടുപേരും കാറിൽ ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ഇവിടെ നായകന്റെ എക്സ് വൈഫും അവന്റെ ബോയ് ഫ്രണ്ടും കൂടി മദ്യപിച്ച് ബോധമില്ലാതെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ആലി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ തോളിൽ കിടന്ന് നല്ല ഉറക്കമാണ്. വീട്ടിലേക്ക് പോകാനായി അവൾ കാർ എടുത്തപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് പറയുന്നത്, വേണ്ട, നമ്മൾ നന്നായി കുടിച്ചിട്ടുണ്ട്, നമുക്ക് വല്ല ടാക്സിയും വിളിച്ചു പോകാം. എന്നാൽ ഇത് കേട്ടതും അവൾ, കുഴപ്പമൊന്നുമില്ല, കാർ ഞാൻ ഓടിക്കാം എന്നും പറഞ്ഞ് അവരെയും കാറിൽ കയറ്റി നേരെ വീട്ടിലേക്ക് പോകുവാണ്. നന്നായി കുടിച്ചിട്ടുള്ളത് കൊണ്ട് അവൾക്ക് റോഡ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ റോഡിലൂടെ തന്നെ ആ ജോണും നായികയെ തിരക്കി അലയുന്നുണ്ടായിരുന്നു. ഇതേ റോഡിലൂടെ തന്നെ ബോധമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന നായകന്റെ എക്സ് വൈഫ് ജോണിന്റെ കാറിൽ കാറ് കൊണ്ടുവന്നിടിച്ച് അവിടെ വലിയൊരു ആക്സിഡന്റ് തന്നെ ഉണ്ടാക്കി. അപ്പോഴാണ് അതേ റോഡിലൂടെ നായകനും നായികയും കാറിൽ വരുന്നത്. അവന്റെ എക്സ് വൈഫിന്റെ കാറാണെന്ന് മനസ്സിലാക്കിയതും അവൻ ഓടി അങ്ങോട്ടേക്ക് ചെന്നു. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ എല്ലാരും കൂടി അവനെ അവിടെ തടഞ്ഞു വെച്ചു. മൂന്നുപേരെയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നായകന്റെ എക്സ് വൈഫിന്റെ ബോയ് ഫ്രണ്ട് സ്പോട്ടിൽ തന്നെ മരിച്ചുപോയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടർ വന്ന് നായകനോട് പറഞ്ഞു, അവന്റെ എക്സ് വൈഫിന്റെ ബോയ് ഫ്രണ്ട് മരിച്ചുപോയില്ലേ, അവന്റെ കിഡ്നി ആലിക്ക് മാച്ച് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ സർജറി ചെയ്താൽ ആലി കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആകുമെന്ന് നായകനോട് പറഞ്ഞു. അത് കേട്ടതും നായകൻ വളരെ സന്തോഷത്തോടെ ആ സർജറിക്ക് അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സ് സർജറി സ്റ്റാർട്ട് ചെയ്തു. ഇതേ സമയം നായിക ഹോസ്പിറ്റലിലൂടെ നടന്നു പോകുമ്പോഴാണ് ജോൺ അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവനെ കണ്ടതും അവളാകെ പേടിച്ചുപോയി. എന്നാൽ ആ ജോൺ വളരെ സന്തോഷത്തോടെ നായികയോട് വന്ന് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അതും പറഞ്ഞ് അവർ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഇതേ സമയം ഇവിടെ ആലിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അവൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയി. ആ ഒരു സന്തോഷത്തിൽ അവൻ നേരെ ബാറിൽ പോയി നല്ലപോലെ കുടിക്കുവാണ്. കുടിച്ചു ബോധമില്ലാതെ അവൻ തിരിച്ചവന്റെ ബോട്ടിലേക്ക് ചെന്നപ്പോഴിതാ നായിക ആ ബോട്ടിലുണ്ടായിരുന്നു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ബാ, നമുക്ക് രണ്ടുപേർക്ക് മീൻ പിടിക്കാൻ പോകാം. അതും പറഞ്ഞുകൊണ്ട് കുടിച്ചു ബോധമില്ലാത്ത അവൻ തലങ്ങും വിലങ്ങും കടലിലൂടെ ബോട്ട് ഓടിക്കാൻ തുടങ്ങി. ഇത് കണ്ടത് നായികയ്ക്ക് ആകെ ദേഷ്യം വന്നു. നീ എന്തായി കാണിക്കുന്നത്? നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഈ ബോധത്തിലാണോ നീ മീൻ പിടിക്കാൻ പോകുന്നത്? എന്നാൽ ഇത് കേട്ട നായകന് ആകെ ദേഷ്യം വന്നു. നീ മിണ്ടരുത്, നീ എന്നെ പറ്റിച്ചതാ. ആ ജോണുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ കാര്യം ഇത്രയും കാലം നീ എന്നോട് മറച്ചു വെച്ചിരുന്നല്ലേ? നിനക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവന്റെ കൂടെ വയ്ക്കോ? എന്തിനാ നീ ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നേ? എന്നാൽ ഇതെല്ലാം കേട്ട് നായിക പറഞ്ഞു, ഞാൻ ആ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവൻ എന്റെ ഹസ്ബൻഡ് ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ നീ വിചാരിക്കുന്നത് പോലെ യാതൊരു ബന്ധവുമില്ല. സത്യമായിട്ടും ഞാൻ ഇതുവരെയും ആരെയും വിവാഹം കഴിച്ചിട്ടില്ല. അതും കൂടി കേട്ടതും നായകന് പിന്നെ ദേഷ്യം വന്നു. കള്ളം പറഞ്ഞ് നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? അപ്പോൾ എന്റെ മകൾ പറയുന്നത് പോലെ നീ ഒരു മത്സ്യകന്യകയാണോ? സത്യം പറ. അതുകൊണ്ടല്ലേ നീ ആരെയും കാണാതെ ഒളിച്ച് താമസിക്കുന്നത്? എന്തായാലും എനിക്കിനി നിന്നെ കാണണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ലൈറ്റ് ഹൗസിന്റെ കീഴിൽ കൊണ്ടാക്കിയിട്ട് ബോട്ടും എടുത്ത് അവൻ അവിടുന്ന് പോയി. എന്നാൽ നായിക അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ മത്സ്യകന്യകയൊന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ നായകൻ അതൊന്നും മൈൻഡ് പോലും ആക്കാതെ അവളെ അവിടെ ആക്കിയിട്ട് അവൻ അവിടുന്ന് പോയി. അവൻ തിരിച്ചു വരുമെന്ന് കരുതി അവനെയും കാത്ത് ഒരുപാട് നേരം അവളവിടെ വെയിറ്റ് ചെയ്തു. അവൻ ഇനി വരില്ല എന്ന് മനസ്സിലാക്കിയതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം എടുത്ത് വെള്ളത്തിലേക്കിട്ട് അവൾ കടലിലേക്ക് ചാടി നീന്തി അവിടുന്ന് പോയി. ഇതേ സമയം നായകൻ ആലിയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ എത്തിയതും ആലി നായികയെ കുറിച്ച് ചോദിക്കുവാണ്. അവൾ ഒരു സ്ഥലം വരെ പോയേക്കുക, കുറച്ചു കഴിയുമ്പോൾ വരുമെന്നും പറഞ്ഞ് അവൻ അവളോട് ഉറങ്ങാൻ പറഞ്ഞു. എന്നാൽ ആലിക്ക് അവളെ കുറിച്ചോർത്ത് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം ആ ബാഗ് അവിടെ കുഴിച്ചിട്ടേക്കുമല്ലേ. അതവിടെ ഉള്ളിടത്തോളം കാലം നായികയ്ക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഉറക്കം വരാത്തത് കൊണ്ട് അവൾക്ക് ആകെ ബോറടിച്ചു. TV ഓണാക്കി ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി പോയപ്പോഴാണ് TVയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നത്. ആ പാട്ട് കേട്ടതും നായകൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നായിക എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടായിരുന്നു അത്. അതോടെ അവനൊരു കാര്യം മനസ്സിലായി, അവൾ മത്സ്യകന്യകയൊന്നുമല്ല, സാധാരണ മനുഷ്യ സ്ത്രീയാണെന്ന്. അത് മാത്രവുമല്ല, അവൾ കൂടെയുള്ളപ്പോൾ ലക്കുള്ളത് കൊണ്ട് മാത്രമാണ് അവന്റെ വലയിൽ ഒരുപാട് മീൻ കുടുങ്ങുന്നതെന്നും അവന് മനസ്സിലായി. പക്ഷെ അവളെ ഞാൻ ആകെ തെറ്റിദ്ധരിച്ചു. എവിടെയുണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവൻ ബോട്ടും എടുത്ത് അവളെ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. അങ്ങനെ അവൻ നോക്കി നോക്കി കടലിന് നടുക്കുള്ള ഒരു ചെറിയ പാറയിൽ വന്ന് നോക്കിയപ്പോഴിതാ ക്ഷീണിച്ച് അവശയായി അവൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്താടാ, ഞാൻ മരിച്ചോന്നറിയാൻ വന്നതാണോ? ഏയ്, നീ അങ്ങനെയൊന്നും പറയാതെ. ഞാൻ ഇന്നലെ കുടിച്ചു ബോധമില്ലാതെ എന്തൊക്കെയാ പറഞ്ഞതാ. നീ എന്നോട് ക്ഷമിക്ക്. നീ ഒരു മത്സ്യകന്യകയൊന്നുമല്ല, വെറും സാധാരണ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ ഒറ്റ കാര്യം കൂടി എന്നോട് പറഞ്ഞാ മതി. ശരിക്കും ആരാ നീ? എങ്ങനെ നീ എന്റെ വലയിൽ വന്ന് കുടുങ്ങിയത്? അത് കേട്ടത് നായിക അവനോട് സത്യം പറയാൻ തുടങ്ങി. അതായത് ഞാൻ വലിയൊരു ഗാങ്സ്റ്റർ ടീമിന് മയക്കുമരുന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു ഞാനും പിന്നെ ജോണും. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടി
കൂടി ബോട്ടിൽ ഈ സാധനങ്ങളും കൊണ്ട് പോകുമ്പോൾ പോലീസ് ഞങ്ങളെ വളഞ്ഞു. രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മയക്കുമരുന്നിന്റെ ബാഗും എടുത്തുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടു. എന്നെ പോലെ തന്നെ അവനും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. എന്നാൽ ആ ബാഗും കൊണ്ട് വെള്ളത്തിലൂടെ നീന്തി പോകാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബാഗ് വെള്ളത്തിൽ ഉപേക്ഷിച്ചിട്ട് നീന്തി വരുന്ന സമയത്താണ് നിങ്ങളുടെ വലയിൽ കുടുങ്ങുന്നത്. ഇതൊക്കെയാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. ശരിയാണ്, പണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം മറന്ന് നിന്റെയും നിന്റെ മകളുടെയും കൂടെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇനിയും ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അവൻ അവളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. എന്നാൽ ജോണും അവന്റെ ആളുകളും നേരത്തെ തന്നെ അവന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. നായകനെ കണ്ടതും ജോൺ അവനെ പിടിച്ചു നിർത്തി അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ നായകനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നായികയോട് ചോദിച്ചു, നിന്നെയും ഇവരെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാം. ആ ബാഗ് അത് എവിടെയുണ്ടെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവനെയും ഇവന്റെ മകളെയും ഞാൻ കൊല്ലും. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നായികയും ആലിയും കൂടി ചേർന്ന് ഇവരുടെ വീടിന്റെ ബാക്കിൽ എന്തോന്ന് കുഴിച്ചിട്ടില്ലേ, അത് ഇവളുടെ കോട്ടൊന്നുമല്ല, ആ മയക്കുമരുന്ന് അടങ്ങിയ ബാഗായിരുന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് എവിടെ കുഴിച്ചിട്ടേന്ന് അവൾ അവനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജോണും അവന്റെ ആളുകളും കൂടി ചേർന്ന് അവൾ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കുവാണ്. എന്നാൽ അവിടെ ആ ബാഗ് ഉണ്ടായിരുന്നില്ല. അത് കണ്ടതും ജോണിനാകെ ദേഷ്യം വന്നു. അത് ശരി, നീ വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? ഒരു തവണ കൂടി ഞാൻ ചോദിക്കുക, പറഞ്ഞില്ലെങ്കിൽ മൂന്നിനെയും ഞാൻ കൊന്നുകളയും. അത് കേട്ട നായിക നേരെ പോയി ആലിയോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ അത് ഇവിടെ കുഴിച്ചിട്ടത്? എനിക്കറിയാം അത് നീയാണ് എങ്ങോട്ടോ മാറ്റിയതെന്ന്. അത് എവിടെയാണെന്ന് നീ എന്നോട് പറ. അതെ, അത് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചത്. ഇനി ഞാൻ അറിയാതെ നിങ്ങൾ വല്ലതും ഈ കോട്ടും എടുത്ത് തിരിച്ച് വീണ്ടും കടലിലേക്ക് പോയാലോ? കാരണം നിങ്ങളൊരു മത്സ്യകന്യകയല്ലേ. അതെല്ലാം കേട്ടതും നായിക പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. അതെവിടെയുണ്ടെന്ന് നീ എന്നോട് പറ. അങ്ങനെ ആലി അതിരിക്കുന്ന സ്ഥലം അവൾക്ക് പറഞ്ഞു കൊടുത്തു. നായകന്റെ ബോട്ടിൽ മീനെ പിടിക്കാൻ വെച്ചേക്കുന്ന ഒരു ട്രാപ്പില്ലേ, അതിനകത്തുണ്ടെന്ന് അവൾ നായികയോട് പറഞ്ഞു. അത് കേട്ടതും ജോണും അവന്റെ ആളുകളും കൂടി ചേർന്ന് ബോട്ടിനടിയിലുള്ള ആ ട്രാപ്പിൽ പോയി ആ സാധനം എടുക്കാൻ നോക്കുവാണ്. പെട്ടെന്നാണ് നായികയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൾ പെട്ടെന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീക്കിയതും ആ ട്രാപ്പിന്റെ ഒരു കയറ് കഴുത്തിൽ കുടുങ്ങി അവിടെ വെച്ച് തന്നെ ജോൺ മരിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പോലീസ് അങ്ങോട്ടേക്ക് എത്തി. ജോണിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ആളുകളെയും പിന്നെ നായികയും പോലീസ് അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. തൊട്ടടുത്ത ദിവസമായതും നായകൻ നേരെ ചർച്ചിലെത്തി ഫാദറിന്റെ അടുത്തേക്ക് കുമ്പസരിക്കാനായി പോയി. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ ഫാദറിനോട് പറഞ്ഞു. നായികയ്ക്ക് അടുത്ത മാസം ജഡ്ജ്മെന്റ് വരാൻ പോകുക. പക്ഷെ അവൾക്ക് ഈ നാടിന്റെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ട്, അവൾ ആരെന്നുള്ള ഐഡന്റിറ്റി പോലും ഇല്ലാത്തത് കൊണ്ട് അവളെ ഇവിടുന്ന് നാട് കടത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒരാൾ അവളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിന്റെ സിറ്റിസൺഷിപ്പ് അവൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും ഫാദർ പറഞ്ഞു, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നിനക്ക് ചെയ്യാം. അത് കേട്ടതും നായകന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് നായകന്റെ നായികയുടെ വിവാഹം നടക്കാൻ പോകുവാണ്. വിവാഹത്തിന് വേണ്ടി രണ്ടുപേരും റെഡിയായി നായകന്റെ ബോട്ടിൽ നേരെ ചർച്ചിലേക്ക് പോകുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.